MG മോട്ടോഴ്സിൻ്റെ കോമറ്റ് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കുഞ്ഞൻ ഇലക്ട്രിക് വാഹനം എന്നുള്ള രൂപത്തിൽ ഒരുപാട് ട്രെൻഡിങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഐ കാച്ചിങ് ആണ്. കാണുമ്പോൾ കുഞ്ഞു വാഹനമാണെങ്കിലും വാഹനത്തിനകത്ത് ധാരാളം സ്പേസ് ഉണ്ട്. ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജുകളുള്ള ഒരു ഇലക്ട്രിക് വാഹനമാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 2 കോമറ്റുകളുണ്ട്. സ്വാഭാവികമായിട്ടും 2 ആളുകൾ സംസാരിക്കാനുണ്ടായിരിക്കും. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ വാഹനം കഴിഞ്ഞ ഒരു വർഷക്കാലയളവുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെടുക, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ശേഖരിക്കുക തുടങ്ങിയിട്ടുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് MG കോമറ്റിൻ്റെ യൂസർ റിവ്യൂ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹിദക്കാണ്. വാഹിദക്ക കൊടിഞ്ഞിക്കാരാണ്. കൊടിഞ്ഞി ചെറുമുക്ക് എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ വാഹിദക്ക, വെൽക്കം ടു അവർ ചാനൽ. ഓക്കെ, എത്ര കാലമായി ശരിക്കും കോമറ്റ് എടുത്തിട്ട്? 1 ഇയറായി. ഞാൻ ഒരു കുറച്ച് മുന്നേ നിന്ന് തുടങ്ങാം. അപ്പോൾ ഒരു 1 ഇയർ മുമ്പ് ഏത് വണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്? എക്കോസ്പോർട്ട് ഉണ്ട്, പിന്നെ സിക്കിയ സെൽട്ടോസും ഉണ്ട്. സെൽട്ടോസ് ഉണ്ട്. ഒരു ഇലക്ട്രിക് വാഹനം എടുക്കണം എന്ന് തോന്നാൻ കാരണം എന്തായിരുന്നു? ഇത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഇതിലേക്ക് വന്നതല്ല. ഉപ്പ ചെറിയൊരു ആക്സിഡന്റ് ആയി, കൈ ഒന്ന് ഫ്രാക്ചറായി. അപ്പം അവർക്ക് ആ വലിയ വണ്ടികൾ യൂസ് ചെയ്യാൻ കഴിയാത്തോണ്ട് എടുത്തതാണ്. ഒരു ചെറിയ വണ്ടി എന്നുള്ള രൂപത്തിൽ എടുത്താണ്. അത് എടുത്തതിന് ശേഷം ഇതിന്റെ എന്താ പറയാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിനെക്കാട്ടും ഇതിപ്പോ യൂസിങ് ഇപ്പോൾ കൂടുതലായി. നമുക്ക് അതൊക്കെ പതുക്കെ വരാം. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ചെറിയൊരു വണ്ടി എടുക്കണം എന്ന് ചോദിച്ചപ്പോൾ ഇലക്ട്രിക് ആവണം എന്ന് തീരുമാനിക്കാൻ കാരണം എന്തായിരുന്നു? കാരണം പെട്രോൾ അടിക്കാനായിട്ട് ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ കക്കാട് പോകണം, അല്ലെങ്കിൽ തെയ്യാല പോകണം. ഇതാകുമ്പോൾ ഉപ്പാക്ക് സൗകര്യമായി വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാം. അങ്ങനെ ഒരു ഉപയോഗം നോക്കിയിട്ടാണ് എടുത്തത്. അത് ശരിക്കും ഒരു നല്ല പോയിന്റ് ആണല്ലേ, വീട്ടിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാം, പെട്രോൾ സ്റ്റേഷൻ തിരഞ്ഞെടുക്കേണ്ടതുള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് വന്നതിന് ശേഷം ഇപ്പം ഒരു വലിയൊരു കൺസേൺ ഉണ്ടായിരിക്കും, ചാർജിങ് പൈസ എത്ര ആയിരിക്കും എന്നുള്ളത്. അത് നോക്കിയിട്ടുണ്ടായിരുന്നോ? 2 months ആണ് ഇലക്ട്രിസിറ്റി ബില്ല് വരിക, 2 മാസം കൂടുമ്പോൾ. അപ്പോൾ സാധാരണ വന്നതും ഇലക്ട്രിക് എടുത്തതിന് ശേഷം വന്നതും തമ്മിൽ ഒരു 2000 റുപ്പീസ് വ്യത്യാസം. 500 ഒരു ചേഞ്ചസ് ഉണ്ട്. 2500 രൂപ ഒരു മാസം പെട്രോൾ അടിക്കണ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ലാഭമല്ലേ, ബെനിഫിറ്റ് അല്ലേ? സാധാരണ നമ്മൾ ഒരു വർഷത്തിൽ ഇപ്പോൾ 10,000 കിലോമീറ്ററിന്റെ മേലെ ഓടി. ഇതിപ്പോ 10,000 കിലോമീറ്റർ ആയ വണ്ടിയാണ്. അതെ, അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ലാഭമാണ്. ഒരു വർഷത്തിന് 2 മാസത്തിനാണ് 3000 രൂപ അധികം വന്നു. 3000 രൂപ അധികം കൂട്ടിയാൽ തന്നെ 2 മാസം കൂടുമ്പോൾ 3000 ആകുമ്പോൾ 15,000 രൂപ അധികം വരുള്ളൂ. പക്ഷെ ആ ഒരു പൈസ എനിക്ക് തോന്നുന്നു 2-3 മാസം നമ്മൾ ഫ്യൂൽ അടിച്ച് തീരേണ്ടി വരും പെട്രോളൊക്കെ ആകുമ്പോൾ. ശരിക്കും ഇലക്ട്രിക് എടുത്തതിന് ശേഷം നിങ്ങളെ ഈ ഒരു ഡ്രൈവിംഗ് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒരുപാട് ചേഞ്ചസ്. എന്തൊക്കെയാണ്? സെൽട്ടോസ് ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് ആയിരുന്നു. അതിന്റെ ലാഗിങ്, നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴുള്ള ലാഗിങ്ങും ഇതും ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇത് കുറച്ചും കൂടി ഇഷ്ടമായി തുടങ്ങി. അതെ, കാരണം നമുക്ക് അധികം ടെൻഷൻ ഇല്ല, ഒരു ചിന്ത ഇല്ല, അങ്ങോട്ട് തെറിച്ച് കയറി പോകുന്നു. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഓടിച്ച് കയറി പോകാൻ പറ്റും. ആ ഇനീഷ്യൽ ടോർക്ക് കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രിക്കിന്റെ കുറേ ഗുണങ്ങൾ ഞാൻ പറയാം. നോയ്സ് ഇല്ല, ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്, പുറത്തത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കാം, പീസ് ആൻഡ് കംഫർട്ടബിൾ ഡ്രൈവ് ആണ്. ഇതൊക്കെ തീർച്ചയായും ഒക്കെ അംഗീകരിക്കുന്നത് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഒരു ടൗൺ ഏരിയയില് വണ്ടി കൊണ്ടുപോകുമ്പോൾ തന്നെ ജനങ്ങൾ മാറിത്തരില്ല. കാരണം വണ്ടിന്റെ സൗണ്ട് കേൾക്കാത്തതാണ്, ഒന്നും അറിയില്ല. ഓർണ അടിച്ചാൽ മാത്രമേ അറ്റൻഷൻ കിട്ടുള്ളൂ. കറക്റ്റാണ്. അല്ലാതെ നമുക്ക് ഒരു കാരണവശാലും അവരിലേക്ക് നമ്മൾ വണ്ടി വരുന്നതിനെ അറിയുന്നില്ല. കുറച്ചൊന്ന് ടെൻഷൻ ഫ്രീ ആണ്. ഓട്ടോമാറ്റിക് ഒരു ആയതുകൊണ്ടും ഒരു ഫ്രീ ആണ്. പിന്നെ ഇപ്പോൾ ഇലക്ട്രിക് എടുത്ത സമയത്ത് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ 1 വർഷമായിട്ട് ഇലക്ട്രിക് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കൂലേ, എടാ ഇലക്ട്രിക് ലാഭത്തിലാണോ അല്ലെങ്കിൽ ചോദിച്ചവരും ഉണ്ട്. കാരണം പിന്നെ വേറെ എന്താന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ ഈ വിലക്ക് നമുക്ക് ഒരുപാട് നല്ല വണ്ടികൾ, പ്രീമിയം വണ്ടികൾ രജിസ്ട്രേഷൻ ആയിട്ട് കിട്ടൂലെന്നോന്ന് ചോദിച്ചതുണ്ട്. ചോദിക്കുമ്പോ അവരുടെ ഭാഗം ശരിയാണ്. കാരണം ഇതൊരു 10 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ്. 10 ലക്ഷം രൂപക്ക് അങ്ങനെ ഒരു ചെറിയ വണ്ടി എടുക്കണോ? ആ പൈസക്ക് എനിക്ക് ഒരു റീ രജിസ്റ്റേർഡ് ബെൻസ് എടുത്തൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇത് ടൗൺ ഏരിയയിലേക്ക് പോകുമ്പോഴാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാവും. ചെറിയ വണ്ടി ആയതുകൊണ്ട്, ചെറിയ വണ്ടി ഒന്ന് പാർക്കിംഗ് കംഫർട്ട്. പിന്നെ അതേമാതിരി ഞാൻ എപ്പോഴും ഫ്രണ്ട്സുകളോട് പറയണ്ട, എത്രയും ടൈം നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയും. കാരണം എന്താ വെച്ചാല് നമ്മൾ ബ്ലോക്കിൽ അധികം നിൽക്കണില്ല. 2 ബൈക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് പോവാം. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ അതായത് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ 1 വർഷത്തിന് മുമ്പ് ഇത് എടുക്കുമ്പോൾ അങ്ങനെ ചോദിച്ച ആൾക്കാരോട് ഇപ്പോൾ ഒരു മറുപടി പറയുകയാണെങ്കിൽ എന്ത് പറയും? എടുക്കണ്ടേ? വണ്ടി നല്ല റണ്ണിങ് ഉള്ളവര്, ഇപ്പം ഒരു നാട്ടില് സെയിൽസ് ചെയ്യുന്നവര്, ഈ നമ്മൾ പ്രവാസികൾക്കാണെങ്കിൽ
വേണ്ട, നിർത്തിട്ട് പോകാണെങ്കിൽ വേണ്ട. ഡെയിലി ഒരു 100 അല്ലെങ്കിൽ 50 കിലോമീറ്റേഴ്സ് സഞ്ചരിക്കുന്നവർക്ക് തന്നെയാണോ ബെർത്താണ്, ലാഭം. ഇനി MG കോമറ്റിലേക്ക് വരാം. ശരിക്കും MG കോമറ്റ് ഒരു കുഞ്ഞൻ വണ്ടിയാണ്, പക്ഷെ കുറച്ചുകൂടി ഒരു പ്രീമിയം വണ്ടിയാണ്. എന്താണ് നിങ്ങളുടെ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളുടെ അഭിപ്രായം? സത്യം പറഞ്ഞാൽ നമ്മൾക്കും പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് എത്താ ഇത് വണ്ടി എന്നൊരു ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് ഉള്ളിൽ കയറി ഇരുന്നാൽ നമുക്ക് ആ ഒരു തീർന്നു കിട്ടും. അത്രയും പ്രീമിയം ആയിട്ടാണ് ഇന്റീരിയൽ ആയിക്കോട്ടെ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. സ്പേസോ അപ്പോൾ ഒരു ഫാമിലിനൊക്കെ പോകുമ്പോൾ ഒക്കെ എങ്ങനെയാണ്? ഫാമിലിനായിട്ട് പോകുമ്പോൾ നമുക്ക് സാധാ വണ്ടിയിൽ പോകുന്നുണ്ട്. ഒരു 5 പേഴ്സൺ പോകുന്നുണ്ടെങ്കിൽ ഇത് 4 പേഴ്സൺ കംഫർട്ടലി. കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 പേഴ്സൺ ആയിട്ട് പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇപ്പൊ 2 ഡോറേ ഉള്ളൂ, അപ്പൊ ബാക്കിലേക്ക് കയറാൻ അങ്ങനെ ബുദ്ധിമുട്ട്. ഇത്രയും സിറ്റി ലൈഫിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ചെറിയതൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. ചെറിയൊരു കോംപ്രമൈസേഷൻ ഒക്കെ ആവാം. ഓക്കെ, ഇനി വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ MG എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അവരിപ്പോൾ നിങ്ങളൊരു വണ്ടി ഒരു വർഷമായിട്ട് ഉപയോഗിക്കണം, അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാരണം അത് കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ 1 ഇയറിനിടെ? എനിക്ക് ഇപ്പോൾ 10,000 ഒരു 3 ദിവസമായിട്ടുള്ളൂ ഞാൻ സർവീസ് ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ സർവീസ് കഴിഞ്ഞപ്പോൾ വേഗം ചാർജ് ആവേണ്ടതാണ്. അത് നമുക്ക് 10,000 കിലോമീറ്ററിന് നമുക്ക് സർവീസ് കോസ്റ്റ് വന്നിട്ടുള്ളത് 675 രൂപ. 675 രൂപ മാത്രം 10,000 സർവീസാണ്. ഇതേ നേരെ മറിച്ച് നമ്മൾ മറ്റു വണ്ടികൾ വെക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു 4,500 മിനിമം മിനിമം. അതെ, അത് വെച്ച് ലാഭമാണ്. അതും അല്ല സർവീസ് കോസ്റ്റ് അല്ല ഞാൻ പറഞ്ഞ. ചിലപ്പോൾ സർവീസ് സെന്ററിലത്തെ ബിഹേവിയർ, അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഇതുവരെ മോശമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അറ്റൻഷനും കാര്യങ്ങളും എനിക്കെല്ലാം. ഞാൻ ഇവിടുത്തെ ലോങ് പോയി ഞാൻ കാലിക്കറ്റ് സർവീസ് ചെയ്തോടത്തോളം നിങ്ങൾ 2 hours വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് വണ്ടി കയ്യോടെ തരും. വാഷിംഗ് ചെയ്യാറില്ല എനിക്ക്, കാരണം പിന്നെ അപ്പോൾ അവർ അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള MG എടുക്കുമ്പോൾ അവർ സർവീസ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതിൽ നിന്നുണ്ടായ ഒരു ചോദ്യമാണ്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ട് 10,000 കിലോമീറ്റർ, ഇതിന് എത്ര തവണ സർവീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? 1000 കിലോമീറ്റർ ഒന്ന്, 5,000 ഒന്ന്, ഇപ്പോൾ 10,000 ഈ 3 തവണ മാത്രം. വാറണ്ടിയിൽ എനിക്ക് ലോക്കിന് ഇപ്പം ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കീലെസ് എൻട്രി അതിന്റെ ബട്ടൺ ഒന്ന് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. പറഞ്ഞു അത് ഇങ്ങോട്ട് പറഞ്ഞതാണ്, വാറണ്ടിയിൽ അത് അണ്ടറാണ് അവര് ചെയ്തത്. അല്ല, നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ അവര് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ നമ്മൾ അറിയാത്തവര് ഇപ്പൊ വാറണ്ടിയും കാര്യങ്ങളും പുതുതായിട്ട് വണ്ടി എടുക്കുന്നവർക്ക് വാറണ്ടി എന്താ കാര്യങ്ങളൊക്കെ അറിയാനൊരു അതുണ്ടായിരിക്കും. പക്ഷെ അവർ ഇങ്ങോട്ട് പറയുന്നുണ്ട്. കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി വേറൊരു ചോദ്യം ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭയങ്കര ഒരു വലിയ ട്രാഫിക്കിലൊക്കെ പോവുകയാണ്, അപ്പോൾ വലിയ വണ്ടികളൊക്കെ കുറേ ഉണ്ടാവും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് പുറത്ത് കാണുമ്പോൾ ചെറിയ വണ്ടിയാണ്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നലുണ്ടോ? ചെറിയ വണ്ടിയാണ്, കുറച്ച് ആൾക്കാർ സൈഡ് തരാൻ ഒന്ന് ആലോചിക്കാൻ. നമ്മളെ കാണുമ്പോൾ സൈഡ് തരണമെന്ന് ആലോചിക്കില്ല. പക്ഷെ നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഫീലേ ഇല്ല. ഒരു പ്രീമിയം കാർ ഓടിക്കുന്ന ഫീൽ തന്നെ. പ്രീമിയം കാർ ഓടിക്കുന്ന ഫീലും ആണ്. ഒന്നും കൂടെ പറഞ്ഞാൽ നല്ല പ്രീമിയം വെഹിക്കിളായിട്ട് പോണപ്പോഴും അറ്റൻഷൻ സീക്കറാണ്. ആൾക്കാർ അധികം നോക്കുന്നത് ലേഡീസ് ആണ് അധികം നോക്കാറ്. കാരണം അവർക്ക് പറ്റിയൊരു നല്ല വണ്ടിയാണ്, ചെറിയ വണ്ടിയാണ്. അതേമാതിരി കുറച്ച് ഏജ്ഡ് ആയവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഓടിക്കാം. ഇപ്പൊ ലേഡീസിന്റെ കേസ് പറഞ്ഞാൽ ഇതിന് പല കളറുകളുണ്ട്. പിങ്ക് അങ്ങനെ ലേഡീസിനൊക്കെ വേണമെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യാവുന്ന. ഇപ്പൊ പിന്നെ അതേമാതിരി തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളതായിരിക്കും. നമ്മൾ റെഗുലർ ലൈഫിൽ ഓവർ വെഹിക്കിൾ ഓടിച്ചാണ്ട് കുറച്ച് ഏജ്ഡ് ആയവർക്ക് അത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കംഫർട്ടബിൾ ആയിട്ട് പക്ഷെ അവരെല്ലാ കാര്യങ്ങളും നടക്കുന്നതിൽ ഒരു പ്രയാസം ഉണ്ടാവും. ഒരാളെ ആശ്രയിക്കുക. ഇപ്പൊ ഒരു ഡ്രൈവർ ഒരു ഏജ് കഴിഞ്ഞാല് അങ്ങനത്തെ ഒരു ചടപ്പ് എൻ്റെ ഫാദറിനെ തന്നെ പറയുന്നത്. അവർക്ക് ഇതായതിനു ശേഷം ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം. അതായത് ഫാദർ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഡ്രൈവിംഗ് മടുത്തിട്ട് അവർക്കൊരു 65 അവർക്കൊരു ഇത് കുറച്ച് ഒരു ഡിസ്റ്റൻസ് വന്ന് പ്രായം അതിന്റെ. അപ്പൊ പിന്നെ എല്ലാം കൂടി ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനൊന്നും പറ്റിക്കോളുന്നുണ്ടാവില്ല. ഒരു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് വന്നതിന്റെ ശേഷം ഞങ്ങള് ആശ്രയിക്കില്ല. പുള്ളിയെ ഒറ്റയ്ക്ക് ഡ്രൈവ്. അടിപൊളി. അത് നല്ലൊരു ജീവിതാനുഭവമാണ് അല്ലേ? അത് കറക്റ്റ്. അത് കാരണം അത് കുറച്ചുകൂടി സൈലന്റ് ആണ്. അതൊക്കെ ആയിരിക്കും കാരണം. അപ്പോൾ പുറത്തുനിന്ന് വരുന്നതൊക്കെ ഇവർക്ക് ഇതാക്കാനും പറ്റും. പിന്നെ ഫ്രീ മൈൻഡഡ് ആയിട്ട് ഓടിക്കാം. അത് വളരെ നല്ലൊരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നി. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരിക്കും, ഞാനൊരു കോമറ്റ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്,
വാഹിദ് ഖാൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആ നല്ല റണ്ണിങ് ഉള്ളവർ ആ ഒരു അഭിപ്രായം തന്നെ. വണ്ടി നിർത്തിയിടാൻ ഷോക്കാണെന്നുണ്ടെങ്കിൽ എടുക്കണ്ട, അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എടുക്കാം. അത് പറയാൻ ഞാൻ ഇപ്പൊ ആളായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ ബാറ്ററിന്റെ കാര്യങ്ങളോ എനിക്ക് കംപ്ലൈന്റ്സ് വന്നു. അത് എൻ്റെ ഒരു ചോദ്യം അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഈ ബാറ്ററി എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് ഭയങ്കര പേടിയുണ്ടോ? അതായത് പേടിയുണ്ടോന്ന് വെച്ചാൽ നമ്മൾ 1,00,000 കിലോമീറ്റർ ഈ 5 years കൊണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വർത്തായില്ലേ. അതാണ് ശരിക്കും എനിക്കും പറയാനുള്ളത്. നമ്മൾ അങ്ങനെ ആരും ചിന്തിക്കാറില്ല. അതെ, പിന്നെ വണ്ടി പക്ഷെ ഓടണം, നിർത്തിയിടരുത്. നിർത്തിയിടുന്നെങ്കിൽ നഷ്ടമാണ്. ഓടിക്കൊണ്ടിരിക്കുക, ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു, ലൈനിൽ പോകുന്ന വർക്കറാണ് അവനക്ക് പോകുമ്പോൾ ആണെങ്കിൽ ലോഡും കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്നോട് ഇതിന് സജഷൻ ചോദിച്ചു. അവനക്ക് പറഞ്ഞിട്ട് 120 കിലോമീറ്റർ പെർ ഡേ റണ്ണിങ് ഉണ്ട്, കളക്ഷനായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ വർത്തല്ല, ലാഭമാണ് അവനക്ക്. എന്നും വിലയിലൊന്ന് കിടക്കുമ്പോൾ ചാർജിലിട്ടാൽ മതി. ഓക്കെ, ഇതിപ്പോൾ എത്ര സമയം എടുക്കുന്നുണ്ട് ചാർജ് ആവാൻ? ഇത് നമ്മളെ വീട്ടിൽ വന്ന് പഴയ വയറിങ് സിംഗിൾ ഫേസ് ആണ്. അപ്പം എനിക്ക് എടുക്കുന്നത് 7 hours അതിന്റെ മേലെ. പക്ഷെ ഇത് വരെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്താലാണ് യഥാർത്ഥ കിലോമീറ്റർ ഒന്ന് പറയുന്നത്. ഇപ്പൊ ശരിക്കും അങ്ങനെ നോക്കിയിട്ടുണ്ടോ എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ളത്? കിട്ടും, ആൾമോസ്റ്റ് 170 വരെ ലോക്കലി ഓടിക്കുമ്പോൾ അത് വ്യത്യാസമുണ്ട്. പിന്നെ ഇതൊരു ഹിൽ ഏരിയയും കൂടിയാണ്, അതിന്റെ ഒരു ഇതുണ്ടാവും, കയറ്റിറക്കും. അതിന്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ ഞാൻ ഇതൊരിക്കൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് 200 കറക്റ്റ് കിട്ടിയിരുന്നു. അതായത് 200 കാണിക്കുമ്പോൾ 200 കിട്ടും. അതിൽ കൺസോളിൽ കാണിക്കുന്ന കറക്റ്റ് കിട്ടലുണ്ട്. ഇല്ല, എനിക്ക് കിട്ടല് 1.2 മീറ്റർ ആകുമ്പോൾ 1% പോകുന്നുണ്ട് അല്ലേ? എനിക്ക് 2 ആകുമ്പോഴാണ് പോയെന്നായിരുന്നു. അത് ചിലപ്പോൾ റോഡ് ഡിഫറൻസ് ആയിരിക്കും. റോഡ് ഡിഫറൻസ്. പക്ഷേ ഫാദറിന് നല്ല കിട്ടുന്നുണ്ട്. ഫാദർ സ്ലോവിൽ ഓടിക്കുന്നു, കംഫർട്ട് ഡ്രൈവിൽ ഓടിക്കുന്നോണ്ട് നല്ല കിട്ടുന്നുണ്ട്. ആ ഒരു സജഷൻ ഉണ്ടായിരുന്നു. 200 തന്നെ കിട്ടുന്നത് ഞങ്ങൾ രണ്ടാളും ബാർഗൈനിങ് ചെയ്തിട്ട് മത്സരം ചെയ്യും. അതുകൊള്ള അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ആ 1 year ആയിട്ട് സർവീസിന്റെ കാര്യത്തിൽ, ഡ്രൈവിന്റെ കാര്യത്തിൽ, എല്ലാം കൊണ്ടും വണ്ടിയുടെ കാര്യത്തിൽ ഹാപ്പിയാണ്. സോ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്കൊരു അവസരം തന്നതിൽ. ഞങ്ങൾ സുഹൃത്തുണ്ട് സമീറ എന്ന് പറഞ്ഞിട്ട്, സമീറാണ് അവരെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളിത് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തതാണെന്നാണ് പറഞ്ഞത് അല്ലേ വണ്ടി. അത് അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഉപ്പാന്റെ കാര്യങ്ങൾ അവര്, പക്ഷെ ഈ കൈ ഫ്രാക്ചർ ആയിട്ടും ലെഫ്റ്റ് ഹാൻഡ് ഫ്രാക്ചർ ആയിട്ടും അവർ ഇത് യൂസ് ചെയ്ത് പള്ളിയിൽ പോയിട്ട് വരുന്ന നിസ്കരിച്ച് വരുന്ന ആളെ. അടിപൊളി. ലെഫ്റ്റ് ഹാൻഡ് ഷോൾഡറിന് ഇപ്പഴുണ്ട്, ഇത് ഈ ലെവലിൽ ഇപ്പൊ പൊന്തുള്ളൂ സർജറി കഴിഞ്ഞിട്ട്. അപ്പം അവരെ സംബന്ധിച്ച് ഇത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു എന്നുള്ളതാണ്. വാഹിദ് ഖാനെ പോസ്റ്റ് ആക്കിയതിൽ സോറി. ഓക്കെ, അപ്പോൾ എന്തായാലും അതാണ് വാഹിദ് ഖാൻ്റെ വണ്ടിയും MG കോമറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, ഇതിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.